എൻ്റെ പേര് കെ ജനാർദ്ദനൻ. മഞ്ചേരിക്കടുത്ത് ചെറാങ്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. 33 കൊല്ലമായി റമദാൻ വ്രതം തുടർച്ചയായി എടുത്ത എളങ്കൂർക്കാരുടെ കെ എന്ന ജനാർദ്ദനൻ. ഈ വർഷവും 29 നോമ്പെടുത്ത സന്തോഷത്തിലാണ് കെ. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രവാസ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ വ്രതം അനുഷ്ഠിക്കൽ. ഈ വർഷവും തൻ്റെ രീതി തെറ്റിച്ചില്ല. കെയുടെ ഭാര്യയും മക്കളും 100% പിന്തുണ നൽകുന്നുണ്ട്. ഇവർ അത്താഴത്തിന് കെയുടെ കൂടെ എണീക്കുകയും ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് നിരവധി വിഭവങ്ങൾ കെയുടെ വീട്ടിലെ ടേബിളിൽ ഭാര്യയും മക്കളും നിരത്തുന്നുണ്ടെന്നും കെ പറഞ്ഞു. വിശപ്പിനെക്കുറിച്ചും ദാഹത്തിനെക്കുറിച്ചും പ്രസംഗിക്കുവാനും വായ കൊണ്ട് പറയാനും മാത്രമേ എല്ലാവർക്കും കഴിയുകയുള്ളൂ. എന്നാൽ ആ പറയുന്ന ഒരുത്തൻ പോലും വിശപ്പിൻ്റെ വില അറിഞ്ഞു കാണില്ല. വിശപ്പിൻ്റെ വില അറിയാനും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കാനുമുള്ളതാണ് ഈ നോമ്പ് എന്നാണ് കെ പറയുന്നത്. ഈ വർഷത്തെ നോമ്പിന് കെയുടെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്: ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം. 1993 ജോലി ആവശ്യാർത്ഥം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പോയിരുന്നു. അവിടെ നിന്നാണ് നമ്മുടേത് തുടങ്ങുന്നത്. കാരണം കൂടെയുള്ള എല്ലാവരും മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അത്താഴം കഴിച്ച ഉടനെ തന്നെയാണ് ജോലിക്ക് പോവേണ്ടിയിരുന്നത്. 12 മണി വരെ ജോലി കഴിഞ്ഞ് വന്ന് കുളിച്ച് കിടന്നുറങ്ങി പിന്നീട് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ സ്വയം തയ്യാറാക്കി നോമ്പ് തുറന്നു. അവിടെ നിന്നാണ് നോമ്പ് നോക്കുന്ന കാര്യം തുടങ്ങി വെച്ചത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നാട്ടിൽ വന്നതിന് ശേഷം മുടക്കം കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ 10-32 വർഷക്കാലമായി നോമ്പ് അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അതിനകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം 11 മാസവും എന്താ പറയുക, യഥേഷ്ടം സമയം പോലും നോക്കാതെ ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നല്ല ഭക്ഷണപ്രിയനാണ്, ഏത് ഭക്ഷണവും നന്നായി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാസമെങ്കിലും ഒരു എന്താ പറയുക ഒരു മോചനം ഉണ്ടാവുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മൾ പ്രസ്ഥാനപരമായൊക്കെ തന്നെ പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. എന്നാൽ പലരും പട്ടിണിയെക്കുറിച്ച് പ്രസംഗിക്കുക എന്നല്ലാതെ ഒരു നേരം പോലും പട്ടിണി കിടന്നിട്ടില്ല അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടുള്ള അനുഭവമില്ലാത്തവരാണ്. അതിൽ തികച്ചും എന്താണ് പട്ടിണി കിടക്കുന്നവൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് കൂടി ഇതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായും വലിയ ഗുണം എനിക്കിതുകൊണ്ട് ഭാഗമായിട്ടുണ്ട്. ഞാൻ ഒരു മാസക്കാലത്ത് പൂർണ്ണമായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഈ നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി നല്ല ശാരീരിക ഗുണവും. ഈ വർഷം തന്നെ ഇപ്പോൾ ഞാൻ 3.5 കിലോ കുറഞ്ഞു. 82.5 ഉള്ളത് 3.5 കിലോ ഇപ്പോൾ ഞാൻ വെയിറ്റ് ഇതിനകത്ത് നോക്കിയെടുത്തുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നുണ്ട്. അതോടും ഞാൻ നേരത്തെ പറഞ്ഞ ഈ പട്ടിണിയുടെ പ്രയാസം പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളീയരാണ്. നോമ്പൊക്കെ എടുക്കുന്ന കഴിഞ്ഞാൽ പോലും വലിയ എന്തൊക്കെ പറഞ്ഞാലും വലിയ സുഖപരമായി ജീവിക്കുന്ന നാട്ടിലാണ്. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം, 3 നേരമല്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള പലസ്തീൻ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു നല്ല ഐക്യദാർഢ്യം കൂടിയാണ്, നമ്മൾ കഴിയുന്ന രൂപത്തിലുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ഞാൻ ഈ നോമ്പെടുക്കുന്നവരോട് അനുഷ്ഠിക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ മഹാഭൂരിപക്ഷം വരുന്ന സുഹൃത്തുക്കളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും കുടുംബങ്ങളൊക്കെയാണ്. ആരുടെയും നിർബന്ധപ്രകാരമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഒന്നും ഒഴിവാക്കാതെ എടുക്കുന്ന കൂട്ടത്തിൽ. കാരണം ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ രൂപത്തിലല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള വലിയ നല്ല കാര്യങ്ങളാണ് ഈ നോമ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം എനിക്കത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മേജർ ഓപ്പറേഷന്, ഡിസ്ക് സംബന്ധമായ 3 മേജർ ഓപ്പറേഷന് വിധേയമായ സമയത്ത് പോലും ഒഴിവാക്കേണ്ടി വന്നില്ല. കാരണം അതിന് വിശ്രമ സമയത്താണ് നോമ്പ് വന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞു. അതും അതിനുശേഷവും തന്നെ റെസ്റ്റ് സമയത്താണ് നോമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് അന്ന് പോലും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് നമ്മുടെ ശക്തമായ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്.